ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്ന് നമുക്ക് ഈ വെജിറ്റബിൾ ഉണ്ട്, ഇതിൻ്റെ പേര് സുക്കിനി എന്നാണ് പറയുക. ഇത് സാധാരണ യൂറോപ്പിലൊക്കെ വളരുന്നതാണ്. നമ്മുടെ പടവലങ്ങ പോലത്തതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇന്നാൾ വിഴിഞ്ഞത്ത് പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ അവിടെ കടയിൽ കണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ ഇതൊന്ന് കുക്ക് ചെയ്താലോ എന്ന് കരുതിയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെ കുക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് സുക്കിനി, ക്യാപ്സിക്കം ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്കൊരു കുറുമ പോലത്തെ വയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു സുക്കിനി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു സവാള, ശകലം പുതിന, മല്ലിയില, പിന്നെ പെരിഞ്ജീരകം, ബേ ലീവ്സ് 2 എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സുക്കിനി ചെറുതായിട്ട് ഗ്രേറ്റർ കൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് അതുപോലെ തന്നെ ഗ്രേറ്റർ കൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാൽ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ശകലം പെരിഞ്ജീരകവും ഇഞ്ചിയും 1 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഈ കാഷ്യനട്ടും കൂടെ ഒരു 5 എണ്ണം മതി. 5 കാഷ്യനട്ടും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ആ വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഇട്ട് ഞാൻ ശകലം അങ്ങ് ചതച്ചങ്ങ് എടുത്തിരിക്കുകയാണ്. അടുപ്പിൽ പാൻ വെച്ചു. 2 സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എത്രത്തോളം നമുക്ക് എണ്ണ കുറയ്ക്കാമോ അത്രത്തോളം കുറച്ച് ഉപയോഗിക്കണം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഈ ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇടാം. ആദ്യം നമുക്ക് പെരിഞ്ജീരകം ഇടാം. പെരിഞ്ജീരകം പൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇടാം. അത് കഴിഞ്ഞ് ബേ ലീവ്സ്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, കരിഞ്ഞു പോകരുത്. ബേ ലീവ്സ്. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് കളക്കാം. ഉള്ളിയും കൂടെ ചേർക്കാം കേട്ടോ. ഉള്ളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴക്കാം. സ്ലോ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കണേ, കാരണം നമ്മൾ എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. തക്കാളിയും ഉള്ളിയും നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്യാരറ്റ്, സുക്കിനി, ക്യാപ്സിക്കം, ഇത് നന്നായിട്ട് വഴറ്റണം. ഇതും ഇതുപോലെ തന്നെ ഇത് അടച്ചു വെച്ചങ്ങ് വേവിക്കണം കേട്ടോ. ശകലം വെള്ളം തെളിച്ചാൽ മതി. ശകലം വെള്ളം തെളിച്ച് അടച്ചു വെച്ച് വേവിക്കണം. കണ്ടോ, നന്നായിട്ട് വെന്ന് ക്യാപ്സിക്കവും അതുപോലെ സുക്കിനിയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രേറ്റഡ് ക്യാരറ്റും ഗ്രേറ്റഡ് സുക്കിനിയും കൂടെ ഇടണം. അതുകൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കുക. ശകലം
ഗരം മസാല പൊടി കൂടെ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി പിന്നെയും അടച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. സാധാരണ ഞാൻ എങ്ങനെ വയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാൻ കുക്കറിലിടും. കുക്കറിലിട്ടിട്ട് ഒന്ന് എന്ത് ചെയ്യും, ഒരു വിസിൽ എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്യും. കുക്ക് ചെയ്തിട്ട് ലാസ്റ്റിൽ ഒരു ചീനച്ചട്ടി എടുക്കും, 2 സ്പൂൺ എണ്ണ ഒഴിക്കും, ശകലം ഈ മല്ലിയിലയും പുതിനയിലയും കൂടെ അതിലിട്ട് വളർത്തും. ഈ വേവിച്ചെടുത്ത വെജിറ്റബിൾ അതിലേക്ക് ഇടും. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടും. ഉപ്പും മസാലയെല്ലാം കൂടെ ഒന്ന് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് 1 സ്പൂൺ ബട്ടർ ഇടും. ആ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത്തിരി എണ്ണയൊക്കെ ചേർന്നാലല്ലേ കൊള്ളാം. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതാണെങ്കിൽ ഒട്ടി എണ്ണ കാണത്തില്ല, അതേസമയം അതും ടേസ്റ്റായിരിക്കും. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കറി റെഡി. ദാ നമ്മുടെ എഗ് ക്യാപ്സിക്കം സുക്കിനി കുറുമ റെഡിയായി. ഇത് ദോശയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പൂരിയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ബട്ടറാണ്, ശകലം ബട്ടർ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ ചേർത്തിരിക്കുന്നത്. വീട്ടിൽ ഇത് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു.